നമസ്കാരം, അനീഷാണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് പള്ളിക്കരയിലാണ്. ഈ കാണുന്നത് കോലഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ്. ആ വഴിയുടെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ലെവൽ 100 കൺസ്ട്രക്ഷൻസിന്റെ ഒരു പുതിയ പ്രോജക്റ്റ് സെയിലിന് വന്നിട്ടുണ്ട്. ഇന്റഗ്രോ ഇൻസിംഗ് എന്നാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പേര്. ഇത് കുറച്ചുകൂടെ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വീഗാലാൻഡിൽ നിന്നും ഏകദേശം ഒരു 150 മീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. ഇവരുടെ മറ്റ് പ്രൊജക്റ്റുകൾ പറഞ്ഞേക്കുന്ന പോലെ തന്നെ പ്ലോട്ടുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആ പ്ലോട്ടിൽ ഈ കാണുന്ന എലിവേഷനിലുള്ള വില്ലകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പ്ലോട്ട്സിന്റെ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 സെന്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 4, 4.5, 5 അങ്ങനെ പോകും. മൊത്തത്തിലൊരു 9 പ്ലോട്ടോളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് ഇനി ഒരു 3 പ്ലോട്ടുകളും കൂടെ നമുക്ക് സെയിലിനുള്ളൂ. അപ്പം താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ. ബജറ്റ് സെഗ്മെന്റിൽ നല്ലൊരു പ്ലോട്ട് സ്വന്തമാക്കാൻ പറ്റിയൊരു അവസരമാണിത്. അപ്പം പ്ലോട്ട് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ഒരു വില്ല കൂടി നമുക്ക് റീസെയിലിന് വന്നിട്ടുണ്ട്. ഈ കാണുന്ന 1500 സ്ക്വയർ ഫീറ്റ് വില്ലയാണ് നമുക്ക് റീസെയിലിന് വന്നിട്ടുള്ളത്. 3 ബെഡ്റൂമുകളാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം, രണ്ടാമത്തെ നിലയിൽ 2 ബെഡ്റൂം. അപ്പം നമുക്ക് വില്ലയുടെ ഉൾവശം ഒന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ബജറ്റ് സെഗ്മെന്റിലുള്ളതാണ്. 1500 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഇവിടെ നമുക്ക് ചെറിയൊരു ലിവിംഗ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്ന ഗ്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെട്ടം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇത് ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ വലത്തെ സൈഡിൽ കാണുന്ന കിച്ചൺ, ഇടത്തെ സൈഡിൽ കാണുന്നത് ബെഡ്റൂം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത്യാവശ്യം ചെറിയൊരു കുടുംബത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് തന്നെയാണിത്. കിച്ചണിന്റെ അകം ഒന്ന് കാണിക്കാം. അപ്പം നമുക്ക് ചെയ്തെടുക്കും, നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തെടുത്താൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ചെറുതാണ്, ഒരു 10-11 ഇൻസൈഡ് സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണിത്. അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ സൈഡിലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയയും കൂടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പുറയിലുള്ള വയലിന്റെ കാഴ്ചയാണ് വരുന്നത്. രാവിലെയൊക്കെ എണീക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബോടുകൂടി എഴുന്നേക്കാൻ പറ്റും. മുകളിലേക്ക് നമുക്കൊന്ന് കയറാം. അപ്പം മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഈ ഒരു ലാൻഡിങ്ങിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ മറ്റ് 2 ബെഡ്റൂമുകളിലേക്കും ഇവിടെ നിന്നാണ് ഇറങ്ങാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിപ്പമുള്ള ബെഡ്റൂം. ഇതിന് കുറച്ച് ലെന്താണ് കൂടുതൽ വരുന്നത്. ഏകദേശം ഒരു 15 അടിയോളം നീളം വരുന്നുണ്ട്. വിട്ട് വരുന്നത് ഏകദേശം ഒരു 11 അടിയാണ് വിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. തന്നെയല്ല, ഇതിൻ്റെ അങ്ങേയറ്റത്ത് നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ, നല്ല വലിപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിൽ ബാത്റൂമും വരുന്നുണ്ട്. മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മളുടെ 3ാമത്തെ ബെഡ്റൂം. താഴെ കണ്ട അതേപോലെ തന്നെയാണ്, ആ ഒരു വലിപ്പത്തിലാണ് ഇതും വരുന്നത്. അപ്പോൾ ചെറിയ ബജറ്റിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു വില്ലയാണ്. ഇനിയിപ്പം വീടല്ല, പ്ലോട്ട് മതിയെങ്കിൽ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ വിളിച്ചോളൂ. നല്ല കിടിലൻ ഒരു ഡീൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.